ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് H4X ലൈവ് വന്നിട്ട് നമ്മളവനെ അടിച്ച് കൊല്ലുന്നതും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ആദ്യത്തെ കളി തന്നെ നമ്മൾ അവനെ ഒന്നും ശ്രദ്ധിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. H4X ലൈവ് എന്ന് പറഞ്ഞിട്ട് അവിടെ യൂട്യൂബർ കാര്യങ്ങളാണ് ഓപ്പോസിറ്റും കാര്യങ്ങളും. നമ്മൾ ആദ്യത്തെ കളിയൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ കളിക്കുകയാണ് നോർമലി പോകുന്നത്. പക്ഷെ ആദ്യത്തെ കളി ഐശ്വര്യമായിട്ട് അങ്ങോട്ട് മൂഞ്ചിട്ടുണ്ട്. കാരണം ആദ്യത്തെ കളി അവന്മാരടിച്ചിട്ട് പക്ഷെ അടുത്ത പിന്നെ നമ്മൾ വെട്ടറി ഇടുന്നു. നമ്മളിങ്ങനെ അവരെ കൊന്നു കഴിഞ്ഞാൽ വെട്ടറിയൊക്കെ അടിച്ച് നമ്മൾ മാസമാണ് ഒരുത്തെന്തായി ആ H4X ആണ് അങ്ങോട്ട് പോയ ആ ലോക്കിൻ്റെ മുന്നിൽ. പക്ഷെ അവൻ യൂട്യൂബർ ആണ്. അവന് ബാനർ ആ ടോപ്പൊക്കെ മാത്രമേ അടിക്കാറുള്ളൂ. കളി അധികം ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെവല് 45 വലിയ ലെവലൊക്കെ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതില്ല അധികം. എന്തായാലും ആദ്യത്തെ കളി ശരിയായിട്ട് നോക്കിയിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്ത കളി നോക്കാം ഇതാവുന്നത്. അടുത്ത കളി നോക്കുകയാണെങ്കിൽ നമ്മളും കാര്യങ്ങളും ഉണ്ടാവും. നമ്മുടെ സോളാറാണ് ഇതിൻ്റെ മാപ്പും കാര്യങ്ങളും. അപ്പോൾ ആ കളി ഞാൻ മറ്റേ ഈ കണ്ണെടുത്തിട്ട് ഡബിൾ പിസ്റ്റലിലൊരു ഗണ്ണുണ്ടല്ലോ ടിക്കെന്നടിക്കുന്ന ആ സാധനം അടിച്ച ശേഷം നമ്മൾ അങ്ങോട്ടും ഇടുക. അത് നേരെ അങ്ങോട്ട് കൈ അങ്ങോട്ട് അമ്മമാരാണെങ്കിൽ എന്താ അമ്മമാരെന്താ ഇങ്ങോട്ട് വരുന്നതും ഇല്ല. അമ്മമാര് മൊത്തം ഇതാ പോസിറ്റ്. പിന്നെ ഈ കളി നോക്കുകയാണെങ്കിൽ ഈ കളി നമ്മളത് നോട്ടീസ് ചെയ്തു. അവിടെ ഓപ്പോസിറ്റ് ലൈവാണ്. നമ്മുടെ ഒരു കൂട്ടുകാരനും കാര്യങ്ങളും അപ്പോഴാണ് പറയുന്നത് ഓപ്പോസിറ്റ് ലൈവാണ് H4X എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ ലൈവും കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ എന്താ വിചാരിച്ചു എന്തായാലും എടുത്ത് നമ്മൾ ഇപ്പോൾ കണ്ട ഓപ്പോസിറ്റ് ഒരേ ഒരാളും കൂടെ ഉള്ളൂ. നോക്കുകയാണെങ്കിൽ തന്നെ ഇനി ആകെപ്പാടെ ഉള്ളത് H4X ആയിരുന്നു. അവനും തീർന്നു. നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ H4X ലൈവ് എന്നും പറഞ്ഞിട്ട് അവൻ്റെ കില്ല് 0. അതിൽ നമ്മൾ പിന്നെ തേർഡ് റൗണ്ടും കാര്യങ്ങളായി. കളി നമ്മളും കാര്യങ്ങളും എന്താ നമ്മുടെ പൊട്ടാസ് എടുത്തു. പൊട്ടാസിൻ്റെ കൂടെ ഞാൻ അവിടെ നിന്ന് സ്കാറിലെടുത്തായിരുന്നു. ഈ കളി അറിയാതെ എനിക്ക് അബദ്ധം പറ്റി. അവിടെ ആ മണ്ടക്കോട്ട് കയറി ചെന്നിട്ട് എല്ലാവരും കൂടെ കയറി അങ്ങോട്ട് വരും ഫൈറ്റ് എടുക്കാനായിട്ട്. പക്ഷേ ഗൈസ് എൻ്റെ കയ്യിലിരിക്കുന്ന ആ സ്കാറിൽ കണ്ടോ, ആ സ്കാറിലായിട്ട് പോയി ഞാൻ എടുത്തത് പൊട്ടാസിന് വരെ. എന്നിട്ട് പിന്നെ എന്തായാലും ചത്ത് ഞാൻ പിന്നെ എന്തായാലും ഈ കളി എടുക്കും. ഇവിടെയും കാര്യങ്ങളും ഇതേ ഗണ്ണും എടുത്തുകൊണ്ട് ഞാൻ റഷ് ചെയ്തിട്ട് അറിയാൻ പോയി എടുത്തത് സ്കാറിൽ. ഞാൻ മറ്റേ കണ്ടോ ഞാൻ എൻ്റെ കയ്യിൽ മറ്റേ പൊട്ടാതാണ് ഞാൻ അവന്മാരുടെ MP ഇങ്ങനെ നമ്മുടെ ആബേലും കാര്യങ്ങളും MP40 കാര്യങ്ങളും എടുത്തിട്ട് അങ്ങോട്ട് നിൽക്കുകയാണ്. ഈ കേസ് ഒരേ ഒരാളും കൂടെ ഉള്ളൂ ഓപ്പോസിറ്റ്. അവനെയും കൊന്നു കേസ് എടുത്തു നമ്മുടെ കൂട്ടുകാരൻ ഷാഡോ ആണെങ്കിൽ കാണാം. പിന്നെ എന്താ അടുത്ത കളി ഇനിയിപ്പോൾ 4th റൗണ്ടും കാര്യങ്ങളാണ്. കളി ഞാൻ AWM എടുത്തു. ഇങ്ങനെ റഷ് ചെയ്യാനെന്ന് വിചാരിച്ച് ഇതാ ബോറടിക്കുകയാണ്. കാരണം ഒറ്റടുത്തിനെ എനിക്കിപ്പോൾ എൻ്റെ കില്ല് നോക്കുകയാണെങ്കിൽ എന്താ 0 കില്ലും കാര്യങ്ങളാണ് എനിക്ക് ഇത്രയും റൗണ്ടായിട്ടും. എന്താ നമ്മളെന്താ ഒരുത്തനെ ഇപ്പം അവിടുന്ന് AWM നമ്മളറിയാം കയ്യിൽ നിന്ന് വേറൊരു ഗണ്ണുമായിട്ട് സ്വിച്ച് ആയിരുന്നു. അടുത്ത താഴോട്ടിറങ്ങി അതിന് ശേഷം അവിടെ നിന്ന് നോക്കുമ്പോഴാണ് മറ്റേ H4Xൻ്റെ ഗൂമ്പാൾ കിടക്കുന്നത്. അവനാണെങ്കിൽ പോകുന്നു H4X. ഹലോ അവൊന്നും പറഞ്ഞു നമുക്കിപ്പോഴും വിചാരിക്കുന്ന ആ ഒരു വെള്ള ഷർട്ട് ഇട്ടവനാണ് H4X എന്ന് ഡിമിട്രി ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കളി ഒരുത്തം വന്ന് ഡിമിട്രി അമ്മമാരെടുത്ത് ആ കളി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ കളി ഡിമിട്രി ഇട്ടത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇനി ഒറ്റ ഒരാളും കൂടെ ഉള്ളൂ. H4X ആയിരുന്നെന്ന് തോന്നുന്നു. അവിടെ ലൈവ് ഒരു ഇമോട്ടൊക്കെ കൊടുത്ത് നമ്മൾ സെറ്റ് അടിക്കാണ് ഈ കളി. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പറ്റിയിട്ടില്ല. പിന്നെ നമ്മളെന്താ ജോയിൻ ഇങ്ങോട്ടൊക്കെ ഇട്ട ശേഷം നമ്മൾ ഡബിൾ AWM എടുക്കുകയാണ്. ഇപ്പം എൻ്റെ കില്ല് നോക്കുകയാണെങ്കിൽ എന്താ 1 കില്ല് ഇപ്പോഴും ഇപ്പോൾ 1 കില്ലായി. സ്കില്ലൊന്നും നോക്കണ്ട, എന്തായാലും കളി എടുത്താൽ മതിയല്ലോ നമുക്ക്.
ബേസ് H4X ലൈവിന് കാര്യങ്ങൾ അടിച്ചിടാൻ പോവാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അവന്മാർ ഒരു റൗണ്ട്, ഇപ്പം നമ്മൾ 3 റൗണ്ടും കൂടെ ആയി. അപ്പോൾ ഇനി നമ്മൾ ഒരു റൗണ്ടും കൂടെ എടുത്താൽ നമ്മൾ ജയിച്ച്. നോക്കുകയാണെങ്കിൽ എന്താ സൈഡിൽ നിന്ന് വെച്ചാൽ ഒരു പെങ്കൊച്ചോടി വന്ന് ആൾക്ക് 300 കൊടുക്കുക ഒറ്റ. പിന്നെ അവൾ ഫിനിഷായപ്പോൾ ഞാനിങ്ങനെ നേരെ കയറി വന്ന ശേഷം ഇതിനകത്ത് AW തന്നെയാണ്, പക്ഷേ സൂപ്പർ മെഡിക്കേറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ അതെടുത്തത്. പിന്നെ അതിന് ശേഷം കോയിനും കിട്ടി. പിന്നെ ഞാൻ ഡ്രോൺ ഇട്ട് നോക്കുമ്പോൾ അതിനകത്തൊന്നും കാണുന്നില്ല. ഞാൻ ആ സമയം നോക്കിയായിരുന്നു. പിന്നെ ഇനിയും 3 പ്ലേയേഴ്സ്. ഈ കളിയിൽ ഞാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിയിൽ ഞാൻ ചാവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഈ സോണിൽ തന്നെ വെച്ച് കളിക്കേണ്ട അവസ്ഥയായിരിക്കും. അതിന് നല്ല ഡാമുമാണ്. അപ്പോൾ എന്തായാലും ഇവരെ കൊന്നു. പക്ഷേ H4X ബാക്കിൽ ഇവിടെ ഇടുങ്ങിയ സ്പേസ് വേണ്ട. ഗ്ലൂം വാൾ ഇല്ലായിരുന്നെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റില്ല. H4X ലൈവും കാര്യങ്ങളും അത് ഇമോട്ട് ഇട്ടെന്ന് തോന്നുന്നു. പിന്നെ അങ്ങോട്ട് കലി കയറി. ഇമോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തോന്നി. തന്നെ എന്താ നമ്മളൊരു AW എടുത്ത് അങ്ങോട്ട് എന്താ നമ്മുടെ 2 AW എടുത്തു. ആദ്യം നമ്മൾ പൊട്ടാസ് എടുത്തായിരുന്നു. അവന്മാരവിടെ തന്നെ നിൽക്കുക. അങ്ങോട്ട് മാറുന്നതും ഇല്ല. അതാണ് ലോക്കാണ് H4X. എന്തായാലും നമ്മൾ കാര്യങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. അവിടെ ഇങ്ങനെ അടിക്കാന്ന് വിചാരിച്ചാലും കിട്ടിയില്ല. ഞാൻ ബാക്കോട്ട് പോകുന്നു ഫ്രണ്ടിലേക്ക് പോകാതെ. വീണ്ടും ഞാൻ പിന്നെ ഷാഡോയുടെ കൂടെ ഇരുന്ന് കളിക്കാമെന്ന് വിചാരിച്ചപ്പോഴേ പക്ഷെ അവിടെ ആരും ഇല്ല. അവന്മാരെല്ലാം അപ്പുറത്തെത്തി ഈ സമയം കൊണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് ഇറങ്ങി ശേഷം ഇത് തന്നെ നമ്മുടെ നിയോ ലോക്കായിട്ടുണ്ട്. നിയോ ലോക്കായതും ശരി ഇത് കയറിയെങ്കിലും നമ്മുടെ H4X വണ്ടിയൊന്നും തന്നെ നിൽക്കാതെ നമ്മുടെ H4Xനെ അടിച്ചിട്ട് ശേഷം അവിടെ ഇന്ന് നമ്മുടെ ആബയിൽ ഹീലടിക്കുകയാണ്. ഞാൻ കാര്യങ്ങളും ചത്തു. പിന്നെന്തായാലും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കളി നമ്മളങ്ങ് എടുത്തിട്ട് പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമാണ് എന്താണ് ബ്രോ ID ഇൻസ്പെക്ട് ചെയ്യാത്ത. ഇന്നലെ എൻ്റെ ഫോണിൽ ഇവിടെ എൻ്റെ ഫോണിലും ചാർജിൽ ഇവിടെ അതേപോലെ കറണ്ടും ഇല്ലായിരുന്നു. ഇനി നമ്മുടെ ഇൻസ്പെക്ട് ഓരോരുത്തരുടെ അക്കൗണ്ടൊക്കെ ഇൻസ്പെക്ട് ചെയ്യുന്ന വീഡിയോസ് വരുന്നുണ്ട്. ബൈ ബൈ.